RSSന്റെ അടയാളങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രാജ്ഭവനെ ഗവർണർ ഉപയോഗിക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. മന്ത്രി V ശിവൻകുട്ടിയുടേത് മാതൃകാപരമായ നടപടിയെന്നും അദ്ദേഹം പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം സ്വന്തമാക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നടന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടി RSS പരിപാടിയാക്കി മാറ്റാനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ശ്രമിച്ചത്. RSSന്റെ അടയാളങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രാജ്ഭവനെ ഉപയോഗിക്കുന്നു. മന്ത്രി V ശിവൻകുട്ടിയുടേത് മാതൃകാപരമായ രീതിയെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കേരളത്തിൽ ഇപ്പോഴും ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ശക്തിയായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. രാജ്ഭവന്റെ അറിയിപ്പിൽ പറയാത്ത RSSന്റെ പ്രതീകമായ അടയാളങ്ങൾ, അതിൻ്റെ മുമ്പിൽ പുഷ്പാർച്ചന എന്ന പരിപാടി തിരികെ കയറ്റുന്ന നിലപാടാണ് അവിടെ ഉണ്ടായത്. ഇത്തരത്തിൽ രാജ്ഭവനെ RSSന്റെ അടയാളങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റുന്നതിനെതിരെ മതനിരപേക്ഷ ശക്തിയുടെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത്. കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനാണ് UDF ശ്രമിച്ചത്. പലതരം വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് UDF ശ്രമം. എന്നാൽ ജനങ്ങൾ അവ തള്ളിക്കളഞ്ഞതായും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനാണ് UDF ശ്രമിച്ചത്. പലതരം വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത്. അവയെ ജനങ്ങൾ തള്ളുന്ന നിലയാണ് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ കണ്ടത്. നിലവിൽ UDFിലും കോൺഗ്രസിനകത്തും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഇരട്ടിയാകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.